എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അപേക്ഷ എഡിറ്റ് ചെയ്യൽ എന്നിവ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുതായിട്ട് നൽകുന്നതിനും അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതുപോലെ റിസർവേഷൻ ഉൾപ്പെടെ നിങ്ങളുടെ ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള kannur.university.ac.in/en/ എന്നുള്ള ആ ഒരു ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു admissions.kannur.university.ac.in/FRYUGADM 2025/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FYUGP പ്രോഗ്രാംസ്, FYIMB പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. FYUGP എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാനുള്ള 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ FYIMB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വെച്ച് നടത്തുന്ന ക്ലാസ്സുകൾ, അതായത് കോഴ്സുകളാണ്. അപ്പോൾ FYIMB എന്ന് പറഞ്ഞാൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതിനൊക്കെയാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ലിങ്ക് മുഖേന നിങ്ങൾ അപേക്ഷിക്കുക. ഇപ്പോൾ FYUGP മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അത് മാത്രം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. FYIMB ആണെങ്കിൽ അത് മാത്രം കൊടുക്കുക. അതുപോലെ രണ്ടും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടിലൂടെയും അപേക്ഷിക്കുക. അപ്പോൾ ഞാനിപ്പോൾ FYUGPയിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു FYUGPയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പേജിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു FYUGP വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസും ആ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓരോ കോഴ്സിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. BA സോഷ്യൽ സയൻസ് ആണെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരു കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. BA മലയാളമൊക്കെ ആണെങ്കിൽ കുറേ കോളേജുകളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെയായിട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെ, അതായത് ഇപ്പോൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു കോളേജസ് കൊടുത്തതിൻ്റെ ഏറ്റവും താഴെയായിട്ട് തന്നെ രജിസ്റ്റർ ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും താഴെയായിട്ടും രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാപ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് രജിസ്ട്രേഷൻ പ്രോസസ് സ്റ്റെപ്സ് 1, 2, 3, 4, 5 പറഞ്ഞുകൊണ്ട് 8 സ്റ്റെപ്പ് വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. ടോട്ടൽ 8 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു 8 സ്റ്റെപ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ SC BC അതുപോലെ ജനറൽ വിഭാഗം ആണെങ്കിൽ 600 രൂപയാണ്. SC ST PWD ആണെങ്കിൽ അവർക്ക് 300 രൂപയാണ് ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫീസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ 300 വരും. ഇവിടെ ജനറൽ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഏതാണോ ആ ഒരു കാറ്റഗറി അതനുസരിച്ച് മാത്രം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ അക്കാദമിക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓപ്ഷൻസ്, അതുപോലെ റിസർവേഷൻസ്, ഇതുപോലെ ഫീ പേയ്മെൻറ്റ്, ഇതുപോലെ വിവിധ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി നിലവിൽ ഡേറ്റും കാര്യങ്ങളൊന്നും നീട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷ പുതുതായിട്ട് നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഹോം പേജിൽ വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അക്കങ്ങൾ കൊടുത്തത് കാണാം. അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇന്ന് വൈകുന്നേരം വരെയാണ്. ഫീസൊന്നും കൂടാതെ തന്നെ സൗജന്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങളുടെ ഓപ്ഷൻ ഉൾപ്പെടെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്യണോ, അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം 20 ഓപ്ഷൻസാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അവിടുത്തെ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ
കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത ശേഷം സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അഡ്മിഷനായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്നും അഥവാ ഈ ഒരു കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൊടുത്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയാണോ കമ്മ്യൂണിറ്റി കോട്ടയാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയാണോ ഇതിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണ് എന്നുള്ളത് കോളേജിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ അതിൻ്റെയൊക്കെ കോപ്പി എടുത്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് കൊടുക്കുക, നിങ്ങളുടെ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാനായിട്ട് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ വിവരങ്ങളാണോ എഡിറ്റ് ചെയ്യേണ്ടത് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കത് ഇമെയിലായിട്ട് ആ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അതായത് ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ, ആ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലേക്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ആപ്ലിക്കേഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.